കേരളത്തിലെ ടെലിവിഷൻ റേറ്റിംഗ് സംബന്ധിച്ച് 24 പുറത്തുവിട്ട വാർത്ത, ഈ വാർത്ത ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ത്യയിലെ അതുപോലെ റിപ്പബ്ലിക് ഭാരത് ഇങ്ങനെയുള്ള ഇംഗ്ലീഷ്, ഹിന്ദി മാധ്യമങ്ങൾ ഉൾപ്പെടെ, പുതിയ തലമുറ ഉൾപ്പെടെ, തമിഴ് മാധ്യമം ഉൾപ്പെടെ ഇന്ത്യയിലെ 22ഓളം വാർത്താ മാധ്യമങ്ങൾ ഈ വാർത്ത അർഹിക്കുന്ന പ്രാധാന്യത്തോടെ സംപ്രേഷണം ചെയ്തു. ചില മാധ്യമങ്ങൾ അവരുടെ ഹെഡ്ലൈനായിട്ട് ഈ വാർത്ത സംപ്രേഷണം ചെയ്തു കഴിഞ്ഞ ദിവസം. കേരള പോലീസ് ഈ ടെലിവിഷൻ റേറ്റിംഗിൽ നടത്തിയ തട്ടിപ്പും അതുപോലെ യൂട്യൂബ് വ്യൂവർഷിപ്പിൽ തിരിമറികൾ നടത്തിയ ശ്രമങ്ങളുമൊക്കെ കേരള പോലീസ് ഗൗരവമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസിയായ ബാർക്കിലെ ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ച് കേരളത്തിലെ ഒരു ചാനൽ ഉടമ റേറ്റിംഗിൽ അട്ടിമറി നടത്തിയെന്നായിരുന്നു ഓപ്പറേഷൻ സത്യ എന്ന പരിപാടിയിലൂടെ 24 പുറത്തുവിട്ടത്. വിശദവും സമയബന്ധിതവുമായ ഒരു അന്വേഷണം വേണമെന്ന് രാജ്യത്തെ വാർത്താ ചാനലുകളുടെ സംഘടനയായ ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ഫെഡറേഷൻ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു ഇന്നലെ. ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസിയായ ബാർക്കിലെ ജീവനക്കാരനെ സ്വാധീനിച്ച മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്താ ചാനൽ റേറ്റിംഗ് അട്ടിമറിക്കുന്നുവെന്ന വാർത്തയാണ് ഓപ്പറേഷൻ സത്യയിലൂടെ 24 പുറത്തുവിട്ടത്. ഈ വാർത്ത പിന്നീട് ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. വിവിധ ഹിന്ദി, ഇംഗ്ലീഷ് ചാനലുകൾ വാർത്ത ഏറ്റെടുത്തു. പുറത്തുവന്ന വിവരങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഡൽഹിയിലെ റിപ്പബ്ലിക് TV ആസ്ഥാനത്ത് NBF പ്രസിഡന്റ് അർണബ് ഗോസ്വാമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് വിഷയം ഗുരുതരമാണെന്ന് വിലയിരുത്തിയത്. ഒരു മലയാളം വാർത്താ ചാനൽ ഉടമയും ബാർക്ക് ജീവനക്കാരനും കോടികൾ കൈമാറിയത് ക്രിപ്റ്റോ കറൻസി വഴിയെന്നും 24 നടത്തിയ ഓപ്പറേഷൻ സത്യയിൽ പുറത്തുവന്നിരുന്നു. കൂടാതെ ഓൺലൈനിൽ കാഴ്ചക്കാരെ കൂട്ടുന്നതിനായി ഫോൺ ഫാമിംഗ് തട്ടിപ്പ് നടത്തുന്നുണ്ടെന്ന വിവരവും ഓപ്പറേഷൻ സത്യയിലൂടെ പുറത്തുവന്നിരുന്നു. NBF സ്ഥാപക ഡയറക്ടറും 24 ചീഫ് എഡിറ്ററുമായ R. ശ്രീകണ്ഠൻ നായരും വാർഷിക യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.